നവോത്ഥാന കേരളത്തിൻ്റെ തുടർച്ചകളിൽ സ്ത്രീ ശാക്തീകരണമടക്കം ഏറ്റവും സമഗ്രമായി നടത്തിയ മാതൃകയാണ് കേരളത്തിലെ കുടുംബശ്രീ. ഇതാ കുടുംബശ്രീയുടെ അടിക്കൽ ഇളക്കുന്നതിലേക്കാണ് UDF സർക്കാർ നീങ്ങുന്നത്. കുടുംബശ്രീ സംസ്ഥാന ജില്ലാ മിഷനുകളിലെ കരാർ ജീവനക്കാരുടെ കാലാവധി പുതുക്കുന്നത് മരവിപ്പിച്ചു. അതായത് അവരെ പിരിച്ചുവിടുന്നു എന്ന് സാരം. കുടുംബശ്രീയിൽ സംസ്ഥാന ജില്ലാ മിഷനുകളിൽ കോർഡിനേറ്റർ, അസിസ്റ്റന്റ് കോർഡിനേറ്റർമാർ ഒഴികെയുള്ളവരെല്ലാം കരാർ ജീവനക്കാരാണ്. അതായത് 154 ജില്ലാ പ്രോഗ്രാം മാനേജർമാർ, 608 ബ്ലോക്ക് കോർഡിനേറ്റർമാർ, 1070 CDS അക്കൗണ്ടന്റുമാർ, 45 സിറ്റി മിഷൻ മാനേജർമാർ, 45 സോഷ്യൽ ഡെവലപ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റ്, 535 കമ്മ്യൂണിറ്റി കൗൺസിലർ, 28 ജില്ലാ അക്കൗണ്ടൻറ്റ്, 43 SVEP ജില്ലാ അക്കൗണ്ടന്റുമാർ, 59 സംസ്ഥാന മിഷനിലെ മാനേജർമാർ, PR ടീം 3ഓളം വരുന്ന PR ടീം, മാത്രമല്ല അട്ടപ്പാടി പദ്ധതി അതിലുള്ള 9 പേർ, ട്രൈബൽ സ്പെഷ്യൽ പ്രോജക്റ്റ് പ്രകാരം 17 പേർ, 8 മറ്റുള്ളവർ, ഇങ്ങനെ 2624 ജീവനക്കാരുടെ ജോലിയാണ് പോകുന്നത്. അവരാണ് വഴിയാധാരമാകാൻ പോകുന്നത്. അപ്പോൾ കുടുംബശ്രീയുടെ അടിക്കൽ ഇളക്കുന്നു. മാത്രമല്ല സ്ത്രീ ശാക്തീകരണത്തിന് വലിയ കരിനിഴൽ വീഴ്ത്തുന്നു. മാത്രമല്ല ഈ ഇങ്ങനെ ഏതാണ്ട് 2624 പേരുടെ ജീവിതം ജീവനക്കാരായി അവരെ ജോലിയിൽ നിന്നും പിഴിച്ചുവിടുമ്പോൾ അവരുടെ ജീവിതം വഴിയാധാരമാകുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ജനദ്രോഹ നടപടികളാണ് കുടുംബശ്രീ മിഷനിൽ ഇപ്പോൾ UDF സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇന്നലെ സഭയിൽ ആഞ്ഞടിച്ചത്. UDF മനുഷ്യത്വഹീനമായ നടപടി അവസാനിപ്പിക്കണമെന്ന് പിണറായി വിജയൻ പറയുകയും ചെയ്തു. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരണവുമായി മുതിർന്ന മാധ്യമപ്രവർത്തകൻ A. സജീവൻ കൂടി ചേരുകയാണ്. A. സജീവൻ, എന്തൊക്കെയാണ് ഈ കുടുംബശ്രീ മിഷനിൽ ഇപ്പോൾ നടത്തുന്ന ഈ താൽക്കാലിക കരാർ ജീവനക്കാരെ പിരിച്ചുവിടുക വഴി അല്ലെങ്കിൽ അവരുടെ കരാർ പുതുക്കാത്തത് വഴി UDF സർക്കാർ ചെയ്യുന്ന ദ്രോഹം എങ്ങനെയാണ് കേരളത്തിൻ്റെ സാമൂഹിക പശ്ചാത്തലത്തെ അത് ബാധിക്കുന്നത്? എങ്ങനെയാണ് തൊഴിൽ മേഖലയിൽ അത് ബാധിക്കുന്നത്? മീൻസ് 2624 കുടുംബങ്ങളാണ് വഴിയാധാരമാകുന്നത്. ഒരു സർക്കാരിന്റെ ചുമതല എന്ന് പറയുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതല്ല, അവർക്ക് പരമാവധി ജീവിക്കാനുള്ള അവസരം കൂടുതൽ നൽകുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ പോലും നിലവിലുള്ള അവസരങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതല്ല. ജീവിക്കാൻ ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ കുടുംബശ്രീ എന്ന് പറയുന്നത് വെറും ഒരു സാധാരണ കാര്യമല്ല. നമ്മുടെ സമൂഹത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് കുടുംബശ്രീ മാറിക്കഴിഞ്ഞു. നമുക്ക് അത്രയും കാര്യങ്ങൾ അവരിടപെടുന്ന കാര്യങ്ങൾ വളരെ തുച്ഛമായ കാശാണ്, പ്രതിഫലമാണ് അവർക്ക് കിട്ടുന്നതെങ്കിൽ പോലും അതൊന്നും അല്ലാതെ നമ്മുടെ സമൂഹത്തിന്റെ ഈ നിലനിൽപ്പിനെ വളരെയധികം സഹായം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് കുടുംബശ്രീയുടെ പ്രവർത്തകരിൽ നിന്നുണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ ഒറ്റയടിക്ക് അവരുടെ നിയമനം റദ്ദാക്കുകയോ അല്ലെങ്കിൽ അത് മരവിപ്പിക്കുകയോ ചെയ്യുമുണ്ടാകുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മളെവിടെയുള്ള കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും നിലയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. കുടുംബശ്രീ എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാ മേഖലകളിലും അവരിപ്പോ സ്ത്രീകളുടെ സ്ത്രീ ശാക്തീകരണം കേരളത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സിംഹഭാഗവും കുടുംബശ്രീ വഴിയാണ്. കുടുംബശ്രീയിലൂടെ ശാക്തീകരണം സംഭവിച്ചിട്ടുള്ള സാധാരണ കുടുംബങ്ങൾ, നമ്മൾ വലിയ ഉദ്യോഗം കിട്ടുന്നു, കൂടുതൽ പഠിച്ചിട്ട് എവിടെയെങ്കിലും ഇപ്പോൾ IAS തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാരാവുന്നു, സ്ത്രീകൾ ഇത്ര ശതമാനം വരുന്നു എന്നുള്ളത് അതൊരു ഘടകം മാത്രമേ ഉള്ളൂ. അത് ബഹുഭൂരിപക്ഷം ജനങ്ങളും കാര്യമായിട്ടുള്ള വിദ്യാഭ്യാസം, അത് ഉന്നത വിദ്യാഭ്യാസം ഇല്ലാത്തവരോ സാധാരണ കുടുംബം എന്ന് പോലും പറഞ്ഞാൽ പോരാ, പട്ടിണിപ്പാവങ്ങളായിട്ടുള്ള ആളുകളാണ്. ആ കുടുംബങ്ങളിലെ ശരിയായിട്ടുള്ള ഈ പല കുടുംബങ്ങളുടെയും ഗൃഹനാഥകൾ ശരിക്കും സ്ത്രീകളാണ്. പുരുഷന്മാർക്ക് ജോലി ഉണ്ടായാൽ പോലും കുടുംബത്തിലേക്കുള്ള വരുമാനം എന്ന് പറയുന്നത് സ്ത്രീകൾ കിട്ടുന്നതാണ്. അവരാണ് സത്യത്തിൽ കുടുംബത്തെ പരിപാലിക്കുന്നത്. അതിൽ കുടുംബശ്രീയുടെ പങ്ക് എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ വിപുലമായ രൂപത്തിൽ പല മേഖല കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെ തുടങ്ങിയുള്ള സ്വയം സംഭവങ്ങൾ എനിക്ക് എൻ്റെ വീട്ടിന് തൊട്ടടുത്ത് ഈ വീടുകളിലേക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന കുടുംബശ്രീ പ്രവർത്തകരുണ്ട്. അവരുടെയൊക്കെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ആളുകളാണ് ഈ പിരിച്ചുവിടപ്പെടുന്നതിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തിന്റെ അവരുടെ ജോലി മരവിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയാൽ കുടുംബശ്രീകളുടെ കൺട്രോൾ പൂർണ്ണമായിട്ടും ഇല്ലാതാവുകയും അതിനെ
വളരെ കാരണം ഇപ്പോൾ സജീവൻ സാർ സൂചിപ്പിച്ച ശ്രീ എ സജീവൻ സൂചിപ്പിച്ചത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കുടുംബശ്രീ തകർക്കുക വഴി സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കേരളം ഇതുവരെ നേടിയെടുത്ത നേട്ടത്തിൻ്റെ നിന്ന് പിന്നാക്കം പോകുന്നു എന്നുള്ളതാണ്. അതൊന്ന്. രണ്ട്, ഇത്ര പേരെ വഴിയാധാരമാക്കുന്നു. ഇത്ര കാലവും ഇങ്ങനെ പണിയെടുത്തവരെ കരാർ ജീവനക്കാരെന്ന പേരിൽ അവരെ ഒഴിവാക്കുമ്പോൾ ഈ 2624 കുടുംബങ്ങളാണ് വഴിയാധാരമാകുന്നത്. ആ രണ്ട് സാമൂഹിക വിഷയങ്ങളാണ് താങ്കൾ മുന്നോട്ട് വെച്ചത്. മൂന്നാമത്തേത്, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റ് പല അംശങ്ങളുമുണ്ട്. നമുക്കറിയാം UDF സർക്കാരിൻ്റെ കാലത്ത് UDFിൻ്റെ നയം എന്ന് പറയുന്നത് ജനശ്രീ വഴി കുടുംബശ്രീയെ നശിപ്പിക്കാനായി ശ്രമിച്ച ഹസൻ്റെയൊക്കെ നേതൃത്വത്തിൽ വന്ന പൂർവ്വകാലങ്ങൾ ഓർമ്മയില്ലേ? അപ്പോൾ UDFിൻ്റെ ഒരു നയമാണ് കുടുംബശ്രീയെ തകർക്കുക എന്നത്. അത് ആർക്ക് വേണ്ടിയാണ്? എന്ത് കോർപ്പറേറ്റ് താല്പര്യമാണ് അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നതെന്ന് ആരെങ്കിലും സംശയിച്ച് തെറ്റ് പറയാനാകുമോ ശ്രീ എ സജീവൻ? ഒരിക്കലുമില്ല. കാരണം നമുക്കറിയാം, കുടുംബശ്രീ എന്ന് പറയുന്ന പ്രസ്ഥാനം അതൊരു രാഷ്ട്രീയ താല്പര്യത്തിനുണ്ടാക്കിയതൊന്നുമല്ല. കാരണം അതിൽ കുടുംബശ്രീയുടെ ഭാഗമായിട്ടുള്ള അതിന്റെ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ, നല്ല കുടുംബശ്രീയുടെ അംഗങ്ങളാവുന്ന ആളുകൾ എല്ലാ രാഷ്ട്രീയത്തിലും പെട്ട ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടായിരിക്കുകയാണ് ഈ ജനശ്രീ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ട് ആ കുടുംബശ്രീയെ തകർക്കാനായിട്ട് ശ്രമിച്ചു നോക്കിയത്. പക്ഷെ കുടുംബശ്രീ വളരെ ഉയരത്തിലേക്ക് പോവുകയും ജനശ്രീ ഇപ്പോഴുണ്ടോ, അത് നിലവിൽ അതിന് പ്രവർത്തനങ്ങൾ ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അപ്പൊ അത് ഈ സമൂഹത്തിനിടയിൽ ജനശ്രീയുടെ പ്രവർത്തനങ്ങൾ നമ്മൾ തീരെ കാണുന്നില്ല. അപ്പോൾ രാഷ്ട്രീയ താല്പര്യമല്ല ഇവിടെ വേണ്ട. ഒരു സർക്കാർ, അതിപ്പോ LDF ആവട്ടെ, UDF ആവട്ടെ, NDA ആവട്ടെ, ഒരു സർക്കാർ ഒരു ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുവന്നാൽ അതിനെ രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി തകർക്കുക എന്ന് പറയുന്നതിന്റെ ഒരു വലിയ ദോഷമുണ്ട്. അത് സമൂഹത്തിന്റെ അതുവരെയുള്ള മുന്നോട്ടേക്കുള്ള ഗതിയെ പൂർണ്ണമായിട്ടും തടയും. പിന്നീട് വേറൊന്ന് കൊണ്ടുവന്നിട്ട് അത് കഷ്ടപിടിക്കുകയോ ഇല്ലയോ നമുക്കറിയില്ല. അപ്പോഴേക്കും അതിന്റെ ഒന്നിന്റെ ഒരു ഒഴുക്കില്ലാതായി കഴിഞ്ഞാൽ പിന്നീട് പുനരാരംഭിക്കുക എന്ന് പറയുന്ന പോലത്തെ വളരെ പ്രയാസപ്പെട്ട ഈ കുടുംബശ്രീ സംവിധാനം അത് തുടങ്ങുന്ന കാലത്ത് നമ്മൾ വളരെ വളരെ ഇച്ഛ വെച്ച് നടക്കുന്ന രൂപത്തിൽ മുന്നോട്ടേക്ക് പോകുമോ എന്ന് പോലും പലർക്കും വിശ്വാസമില്ലാത്ത രൂപത്തിലാണ് തുടങ്ങിയിരുന്നത്. പക്ഷെ ഇപ്പോൾ കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ കുടുംബശ്രീ ഇല്ലാത്ത എന്താണ് ഉള്ളത്? കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ ഇല്ലാത്ത മാതൃകകൾ വരെ സൃഷ്ടിക്കാവുന്ന പല കുടുംബശ്രീയുടേതായിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒന്നിനെ ഇപ്പൊ നമ്മൾ ഒരു മരം നിന്നിട്ട് അതിന്റെ അടിവേര് അറുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ മരം ഒന്നും ചെയ്തില്ല എന്ന് പറയുന്ന ഒരവസ്ഥ പോലെയാണിത്. കാരണം ഇതിന്റെ അടിവേരാണ് ഇതിനെ നിയന്ത്രിക്കുന്ന ആളുകൾ. സംസ്ഥാന തലം മുതൽ ജില്ലാതലം വരെയുള്ള അതും ഇത്രയും കാലമായിട്ടും ഈ നിത്യകൂലിക്കാരായിട്ട് അല്ലെങ്കിൽ സ്ഥിര നിയമനമല്ലാത്ത ആളുകളായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, അവർക്ക് അവരുടേതായ അവശതകൾ ഉണ്ടെങ്കിൽ പോലും അവർ ഗംഭീരമായ പ്രവർത്തനമാണ് നടത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഇല്ലാതാക്കുമ്പോൾ ഈ അടിവേര് അറുത്തിട്ട് അതുകൊണ്ടായിരിക്കും പ്രതിപക്ഷ നേതാവ് ഇന്നലെ UDF സർക്കാരിനോട് പറഞ്ഞത്, നിയമസഭയിൽ തന്നെ പറഞ്ഞു, ഇത് മനുഷ്യത്വരഹിതമായ നടപടിയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചത് അല്ലേ? തീർച്ചയായിട്ടും അത് ഇതിലൊരു മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇത്രയും താങ്കൾ പറഞ്ഞു 2664 കുടുംബങ്ങൾ എന്ന് പറയുന്നത് 664 ആളുകളല്ലല്ലോ. അവർ ഓരോ കുടുംബത്തിൽ 5 പേരെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് 10,000-ലേറെ വരും, 12,000 വരും. അപ്പൊ അങ്ങനെ അത്രയും കുടുംബത്തെ പട്ടിണിക്കിടുന്നൊരവസ്ഥയിലേക്ക് അവർക്കിനി വേറെ രീതിയിൽ എന്തെങ്കിലും ജീവസന്ധാരണത്തിന് വേണ്ട കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. സത്യത്തിൽ നമ്മൾ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് ഈ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുക അല്ലെങ്കിൽ സെമിനാർ നടത്തുക, പ്രസംഗിക്കുകയോ ചെയ്യുന്നതല്ല. ഇത്തരം കാര്യങ്ങളിലൂടെ അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ഒന്ന് ഈ പിരിച്ചുവിടപ്പെടുകയോ അല്ലെങ്കിൽ പുനർനിയമനം നൽകാതിരിക്കുകയോ ചെയ്യുന്ന ആളുകളുടെ കാര്യം മാത്രമല്ല, അവർ ഇതുവരെ മുന്നോട്ടേ കൊണ്ടുപോയ ബാക്കി കുടുംബശ്രീ പ്രവർത്തകരായിട്ടുള്ള ആളുകളുടെ കുറെ സംവിധാനങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളുണ്ട്. അതിന്റെ എല്ലാം പ്രവർത്തനം കൂടി നിലയ്ക്കുമ്പോൾ നമ്മൾ ഈ 2664 കുടുംബം വന്നതിൽ അത് ഒതുങ്ങുന്നില്ല എന്നുള്ളതായിട്ട് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ എപ്പോഴും മാനുഷിക പരിഗണന വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് മനുഷ്യരഹിതമായിട്ടുള്ള കാര്യമെന്ന് പറയേണ്ടി വരും. തീർച്ചയായും സമഗ്രമാണ്. വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് ശ്രീ എ സജീവൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. എന്തായാലും ജനങ്ങളുടെ പ്രധാനപ്പെട്ട ചോദ്യം ഇതുതന്നെയാണ് ഇന്ന്. കുടുംബശ്രീയെ ഇല്ലാതാക്കുന്ന നടപടി, ആ UDF സർക്കാരിൻ്റെ ജനദ്രോഹ നടപടി, അതിനെതിരായുള്ള ശബ്ദം കൂടിയാണ് ഇന്ന് ജനങ്ങളുടെ ചോദ്യത്തിൽ പ്രതിഫലിക്കുന്നത്.